ഹായ് സുഹൃത്തുക്കളെ, ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നതേ ഓച്ചിറയിൽ ചങ്ങംകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഏകദേശം ഒരു 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീട്ടുകാരൻ്റെ കയ്യിൽ ഇതിങ്ങനെ ഇരുന്നത് വീണ്ടും നമ്മൾ റീട്യൂൺ ചെയ്തിട്ട് പടം എടുത്തു കൊടുക്കാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിഗ്നലൊക്കെ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ടി പി വെച്ചിട്ട് എത്ര കിട്ടുന്നു, കൈരളിയുടെ ടി പി വെച്ച് നമുക്ക് എത്ര കിട്ടുന്നു എന്നൊക്കെ കാണാം. ഇത് കാതോടിൻ്റെ 7 അടിയാണ് ഈ ഡിഷ് വരുന്നത്. പക്ഷേ 8 അടിയുടെ പെർഫോമൻസ് ഉണ്ട് കേട്ടോ. നല്ല സിഗ്നൽ കിട്ടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ പടമൊക്കെ ഒന്ന് കണ്ടു നോക്കാം, ഏതൊക്കെ നമുക്ക് മലയാളം ചാനലിൽ കിട്ടുമെന്ന്. ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ കൊല്ലം ജില്ലയിലെ ഓച്ചിറ ചങ്ങൻകുളങ്ങര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഡിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ട്, ഇത് കാതോട് എന്ന് പറയുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ആംഗ്ലയർ ഒക്കെ വെച്ചിട്ടാണ് ഇത് വെൽഡ് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഡിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 അടിയുടെ പെർഫോമൻസ് ആണ്, പക്ഷേ 7 അടി മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിഷ്. നല്ല സൂപ്പർ ആയിട്ടുള്ള അടിപൊളി സിഗ്നലാണ് കേട്ടോ. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ട്യൂൺ ചെയ്യാനായിട്ട് ഒക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഡിഷാണ് നമ്മുടെ ഈ കാതോട് ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഷ് ഞാൻ കുറേയധികം ട്യൂൺ ചെയ്തിട്ടുണ്ട്. നല്ല ഡിഷാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാതോട് ഡിഷാണ്. ട്യൂൺ ചെയ്യാൻ വളരെ ഈസിയാണ്. ഈ ഒരു ഡിഷ് നിർമ്മിച്ചിരിക്കുന്നത് പറഞ്ഞാൽ ആംഗ്ലറൊക്കെ ബെൻഡ് ചെയ്ത് വെൽഡ് ചെയ്തിട്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാം, ഏകദേശം നല്ല പഴക്കമുള്ള ഒരു ഡിഷാണ്. 20 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. അപ്പോൾ ആ ഒരു ഡിഷിനെ എത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇത്രയും നാളായിട്ട് അത് ഒരു സ്ക്രാപ്പിന് കൊടുക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഈ ഒരു ഡിഷ് ഇത്രയും കാലം ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ഗൾഫിലായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്ത് കാണുവാനെന്നുള്ള സമയം കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം ലീവിന് വന്ന സമയത്താണ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്നെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ഞാൻ ചെന്നത് ട്യൂൺ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെന്ന് ഇത് കണ്ടപ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിഷിൽ നിന്ന് എടുത്തിരിക്കുന്ന സിഗ്നൽ, ഇപ്പോൾ കൈരളിയുടെയും ടി പി അതുപോലെ തന്നെ ഏഷ്യാനെറ്റിൻ്റെ ടി പിയുടെ സിഗ്നൽസ് നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കൈരളിയുടെ ടി പി ആണ്, ഈ ഒരു ടി പി ഇട്ടിട്ടാണ് ഞാൻ നിങ്ങളെ ആദ്യം ട്യൂൺ ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഏഷ്യാനെറ്റിന്റെ ടി പി, ഈ 2 ടി പി ആണ് നമ്മൾ മെയിനായിട്ട് നമുക്ക് ട്യൂൺ ചെയ്ത് എടുക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് മറ്റ് സിഗ്നലിലൂടെ, അത് കഴിഞ്ഞ ശേഷം നമുക്ക് പുതിയ നമ്മുടെ ന്യൂസ് മലയാളം 24 എന്ന് പറയുന്ന ഒരു ചാനലിൽ ആ ഒരു ടി പിയും കൂടെ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ടി പികളെല്ലാം നമ്മൾ സിഗ്നൽസ് കണ്ടാൽ മാത്രമേ നമുക്ക് ഏകദേശം ഒരു 23ഓളം മലയാളം ചാനൽ നമുക്ക് ഫ്രീ ആയിട്ട് കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ പ്രത്യേകിച്ച് മരങ്ങളുടെ മറവോ മറ്റു കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഈ ഉപയോഗിച്ചിരിക്കുന്ന LMB എന്ന് പറഞ്ഞാൽ സാധാരണ LMB ആണ്, അതായത് 5G ഫിൽട്ടർ LMB അല്ല. അതായത് ഈ വീടിന്റെ ഫ്രണ്ടിലോ ബാക്കിലോ ആയിട്ട് പ്രത്യേകിച്ച് മൊബൈൽ ടവറുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ ഇപ്പം 5Gയുടെ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ ഇല്ലാത്തത് കാരണം ഇതിനകത്ത് വെട്ടലോ ചീറ്റലോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ഇത് സാധാ നോർമൽ LMB ആണ് ഇവിടെ ഈ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ ടവറിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തടത്ത് സാധാരണ LMB യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഞാനും എൻ്റെ വീട്ടിൽ യൂസ് ചെയ്യുന്നത് സാധാരണ LMB തന്നെയാണ്. അപ്പം മിക്കവാറും അടുത്തൊക്കെ ഇതുപോലെ തന്നെ യൂസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ടവർ എവിടെയെങ്കിലും, അതായത് ഈ ഡിഷിന്റെ ഫ്രണ്ടിൽ ഏകദേശം ഒരു 2 കിലോമീറ്ററിനകത്തോ ബാക്ക് സൈഡിലോ, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മാത്രമേ ഈ 5Gയുടെ ഒരു സിഗ്നൽ ഇതിനെ എഫക്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നിടത്ത് നമ്മൾ 5G ഫിൽട്ടർ LMB ഇപ്പം നിലവിൽ മാർക്കറ്റിൽ കിട്ടുവാനുണ്ട്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച്, അതായത് LMBകളോ റിസീവറോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളവർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ട ഞാനിത് ലഭിക്കുന്ന ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സിഗ്നൽ എടുത്തിരിക്കുന്നത്. ഡിഷ് നിങ്ങൾ കണ്ടല്ലോ, ഇത്രയും പഴക്കമുള്ള ഡിഷാണ്. അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയും പെർഫോമൻസും ഉണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന LMB സാധാരണ LMB ആണ് കേട്ടോ, പഴയ LMB ആണ്, നല്ല പഴക്കമുണ്ട്. അപ്പോൾ നേരത്തെ ഈ ഇദ്ദേഹം തന്നെ ട്യൂൺ ചെയ്ത് ഇത് ക്ലാമ്പ് ചെയ്ത് മറ്റ് ചാനൽസൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ കാലമായിട്ട് ഇത് കാണാതെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ റീട്യൂൺ ചെയ്യാനാണ് ഇദ്ദേഹം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സിഗ്നലൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പോയിട്ടേ ആ TV-യിൽ വെച്ചിട്ട് ട്യൂൺ ചെയ്ത് ഇതിന് ഏതൊക്കെ പിക്ചറാണ് കിട്ടുന്നതെന്നും ഡയറക്റ്റ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റിസീവറാണ് നമ്മളിവിടെ ഇതിനകത്ത് ട്യൂൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് സിഗ്നൽ കണ്ടല്ലോ, ഇത് കണ്ടോണം. നമ്മുടെ മലയാളം ചാനൽ നമുക്ക് എത്ര എണ്ണം കിട്ടും എന്നുള്ളത് ഓർഡർ ബൈ ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. എന്തെല്ലാം ചാനൽ, ഇത് മാതൃഭൂമി ന്യൂസ്, ന്യൂസ് ചാനൽ, എത്ര ന്യൂസ് ചാനലുണ്ട് മലയാളത്തിലെ മിക്കവാറും ഉള്ള എല്ലാ ന്യൂസ് ചാനലും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കുന്നു. ഒരു ന്യൂസ് ചാനൽ മാത്രമേ എന്നുള്ളൂ നമുക്ക് പേ ചാനലായിട്ടുള്ളൂ. അപ്പോൾ അത് മാത്രം ഒഴിച്ച് പകുതി 10ഓളം ചാനൽസ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV ഒരു വെട്ടലോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, സാധാരണ LMB തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും 5G ഫിൽട്ടർ LMB ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്
ടവറിന്റെ, അതായത് മൊബൈൽ ടവർ 5G ഫിൽറ്ററിന്റെ ആ 5G എഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും പ്രദേശം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ വെച്ച് കണ്ടാൽ മതി. അല്ലാത്തവർക്കൊക്കെ ഇതേ സാധാരണ LMB വെച്ചാലും പിക്ചർ കിട്ടും. അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ ഈ ട്യൂൺ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സിനിമ കാണാനും മ്യൂസിക് കാണാനും അങ്ങനെയുള്ള ഒരുപാട് തമിഴ് ചാനലൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് ഏകദേശം ട്യൂൺ ചെയ്ത് വരുമ്പോൾ 100 പരം ചാനൽസ് ആണ് ഇതിന് ഈ ഒരു സാറ്റലൈറ്റ് ഇന്റൽസാറ്റ് 17 66 ഡിഗ്രിയിൽ നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് മലയാളം ഇപ്പം നിലവിൽ 23 ചാനൽസ് ആണ് നമുക്ക് നിലവിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചാനൽസ് അധികം ഉണ്ട്, അത് ഞാൻ എല്ലാം കാണിക്കുന്നില്ല. എന്നാലും തമിഴും ഹിന്ദിയും മറ്റ് ഭാഷകളിലുള്ള ഒരുപാട് ചാനൽസുകൾ ഇതിനകത്ത് ലഭിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഡിഷ് വെച്ചിട്ട് നിങ്ങൾക്ക് 3, 4, 8 പേർക്കൊക്കെ ഇത് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ. ഒരു LMB വെച്ചിട്ട് നമ്മൾ ഇതിനെ സ്വിച്ചുകളായിട്ട് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് റൂമുകളിലേക്ക് റിസീവറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പടം കാണുവാനായിട്ട് സാധിക്കും. അതായത് ചെലവ് ചുരുക്കാൻ വേണ്ടി ഒരു ഡിഷ് ഉപയോഗിച്ചുകൊണ്ട് പലർക്ക് വേണമെന്നുള്ളത് ഇതുപോലെ പല റൂമിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് കണ്ട MPEG-4ന്റെ ഒരു സ്റ്റാർ ഗോൾഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു സാധാരണ റിസീവറാണ് എടുത്തിരിക്കുന്നത്. ഇത് അദ്ദേഹം കൊണ്ടുവന്ന റിസീവറാണ്. അപ്പോൾ ആ ഒരു റിസീവർ വെച്ചിട്ടാണ് നമ്മൾ ട്യൂൺ ചെയ്ത് ഈ പടം എടുത്തിരിക്കുന്നത്. ഇതുപോലെയുള്ള വെറൈറ്റി ഉള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.